ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് പച്ചരി കൊണ്ട് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും മിസ്സാക്കണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കാം കേട്ടോ. ഒരു കപ്പ് പച്ചരി എടുത്തതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം നല്ല രീതിയിൽ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ നമുക്ക് രണ്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്രഷായി കിട്ടും. അതുകൊണ്ട് രണ്ടായിട്ടിട്ട് നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുക്കറിലാണ് ഈ ഒരു പച്ചരി വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്രഷ് ചെയ്ത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് കുക്കർ പായസം ഒന്നും അല്ല കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്യാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി മാത്രമാണ് കുക്കറിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ പുറത്ത് വെച്ചിട്ടാണ്, നമ്മൾ വേറെ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ വേവ് എന്ന് പറയുന്നത് എനിക്കൊരു 4-5 ഫിസിൽ വേണ്ടി വന്നു ഇത് വേവാനായിട്ട്. അപ്പം നിങ്ങളുടെ കുക്കറിന്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിസിൽ നോക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഫിസിലിൽ കറക്റ്റ് ആയിട്ടാണ് എനിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു നോർമൽ വേവ് മതി. ബാക്കി നമ്മൾ പാലിലിട്ടാണ് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞ ആ ഒരു ഇതാണ് തോന്നുന്നത്. കാരണം നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള അരിയാണല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇത് ഒട്ടും ഞാൻ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ 2 കപ്പ് വെള്ളം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മെഷർമെന്റിലാണ് നമ്മൾ ഈ ഒരു അരി വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായി ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് വഴിയെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിന്റെ ആ ഒരു കളറൊക്കെ ആ ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കാരമലൈസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതുപോലെ ആദ്യം ഞാൻ കുറച്ച് 1/4 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് കാരമൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വെള്ളം തന്നെ ഒന്നും ഒഴിച്ചിട്ടില്ല, പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ലതായിട്ട് മെൽറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആയിക്കോട്ടെ, ഒരുപാടൊന്നും കരിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ആവുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പഞ്ചസാരയും നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്, കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഈ ഒരു കാരമൽ ആയിട്ടുള്ളത് ഒന്ന് മെൽറ്റ് ആക്കി കിട്ടണമല്ലോ, നമ്മൾ വെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കി കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ പാൽ ഒഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഈ പാല് നമ്മൾ ഒഴിച്ച ടൈമിൽ ഇത്രയെങ്കിലും മെൽറ്റ് ആയിട്ടുണ്ടാവുക. അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ തന്നെ ജസ്റ്റ് നല്ല തിക്കായിട്ട് തന്നെയാണ് ആ ഒരു കാരമൽ ഉള്ളത്. ഇനി അത് ഈ പാലിൽ കിടന്ന് നല്ല മെൽറ്റ് ആയിട്ട് വരണം. അപ്പം പതിയെ അത് മെൽറ്റായി വന്നോളും. പാല് തിളയ്ക്കുന്നതിനൊപ്പം അതും കൂടി അങ്ങ് മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഇനി നമുക്ക് ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ ഒരു പാലിൽ കിടന്ന് നല്ല തിളച്ച് വെന്ത് കുറുകി വരുമ്പോഴാണ് നമുക്ക് ആ പായസത്തിന് അതേ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതിൽ ഇതുപോലെ പാലിൽ കിടന്ന് നല്ല വെന്ത് കുറുകി വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് കുറച്ച് കട്ടയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് തിളച്ച് കുറുകി മറിഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ തവി കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേനും അത് സെറ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി അത് നല്ല രീതിയിലൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ കുറച്ച് ടൈം ഇതിൽ കിടന്ന് നല്ല സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ. അങ്ങനെ ഇടന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ പാല് പെട്ടെന്ന് തന്നെ തിളച്ച് പൊങ്ങി മൊത്തം കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നിങ്ങൾ അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ടൈമിൽ അത് തിളച്ച് വെന്ത് കുറുകി വരും. അപ്പം അങ്ങനെ കഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പായസത്തിനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതുപോലെ ഈ പാല് ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു ടേസ്റ്റ് കൂടെ ഒക്കെ വരുമ്പോഴാണ് അതിന് ഒരു നല്ല പാൽ പായസത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പം ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും ഒട്ടും തന്നെ നമുക്ക് സൈഡിലോ അടിയിലോ ഒന്നും
പിടിക്കരുത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 3/4 കപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ മധുരം വേണ്ടത്. അപ്പം എനിക്കിപ്പോ അത്യാവശ്യം പായസത്തിന് നല്ല മധുരം വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 3/4 കപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പൊ ടോട്ടലി ഞാനിപ്പോ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1/4 കപ്പാണ് നമ്മൾ കാരമലൈസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. 1/4 ടീസ്പൂൺ ഉണ്ടാവുമെന്ന് അറിയില്ല, അത്രയും കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കില്ല, അതുപോലെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾ ഒരു 5 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ജാറിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ചതച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, നല്ലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കുറുകൽ നമുക്ക് പായസത്തിന് വേണം കേട്ടോ, എന്നാലും അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി ഇടുന്ന സമയത്ത് കുറച്ച് നെയ്യ് നമ്മൾ ചേർക്കുമല്ലോ. അപ്പം നിങ്ങളുടെ നെയ്യും ഇതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നെയ്യുടെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നെയ്യൊന്നും ചേർക്കണ്ട, കാരണം അവർക്ക് പായസം കുടിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അത് മാത്രമല്ല, ഈ ഒരു പായസത്തിൽ നമ്മൾ കുറച്ച് നെയ്യുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് അതിനൊരു നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ വരണം. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ നെയ്യ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പം നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നെയ്യ് യൂസ് ചെയ്യാത്തവർ പലരും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പൊ ഒരുപാട് നെയ്യുടെ ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷെ ഈ പാൽപ്പായസത്തിനൊക്കെ ഉറപ്പായിട്ട് നമ്മൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് മെഷർമെന്റോ കണക്കോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പായസം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിലൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ടൈം നമുക്കൊന്ന് കുറുകാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഇപ്പൊ നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കുറുകി കഴിഞ്ഞാൽ ആറുന്ന സമയത്ത് ഇത് നല്ല അങ്ങ് കുറുകിപ്പോ. അപ്പൊ നമുക്ക് ഈ ഒരു ടൈമിൽ ഓഫ് ചെയ്ത് ഇനി സെറ്റായി വരുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ്, ഈ ഒരു രീതിയിലാകുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പച്ചരി കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ട. അപ്പം മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടെ പറയുക. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പായസമാണ്. ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ പായസം വെക്കുകയുള്ളൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് ബൈ.